കുട്ടികൾ ഉൾപ്പെടെ രാവിലെ എന്താ ഒരു സന്തോഷം നോക്കി. 5 മണി ആകുന്നതേ ഉള്ളു. ഇനിയും 1 മണിക്കൂറും 10 മിനിറ്റും കിടക്കുന്നു. അടിപൊളി അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ കണ്ട. അപ്പോൾ 4 മണി അപാരത, കാലമേ 4 മണി അപാരത. എല്ലാവരും കാറിൽ വന്നവരൊക്കെ തൂങ്ങിക്കൊണ്ട്, ഡ്രൈവർമാരൊക്കെ തൂങ്ങിക്കൊണ്ടായിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞിക്കൊണ്ടേ ഇരിക്കുന്നത് കടലിലൊന്നും കാണക്കൂടാതെ. എല്ലാവരും ശാന്തമായി ഉറങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത്. വളരെ ശാന്തമായിട്ട്. എത്ര പേര് എന്ത് സ്വരുമയോടെയാണ്. പള്ളി ക്ഷേത്രം നടകളിലാണ് ഞാൻ ടെൻ്റ് അടിച്ചത്. അവിടുത്തെ സ്മെല്ല് നമുക്ക് പിടിക്കത്തില്ല. ഇത് നമ്മൾ ക്ഷേത്ര നടയിലാണേലും പള്ളി നടയിലാണെങ്കിൽ അവിടെ കുന്തിരിക്കവും ചന്ദനത്തിരി അതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ച് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇത് സേഫ്റ്റിയാണ്. ഇവിടെ എല്ലാം ഉറങ്ങുന്നവർ തന്നെയാണ്. എല്ലാവരും ഉറങ്ങുന്നവർ തന്നെയാണ്. എന്താ ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ടെൻ്റ് ഇല്ല ഉറങ്ങുന്നവരുമുണ്ട്, ടെൻ്റ് എടുത്ത് ഉറങ്ങുന്നവരുണ്ട്. കച്ചവടക്കാരൊക്കെ തട്ടുകടക്കാരൊക്കെ കടയുടെ അടുത്ത് തന്നെ കൊതുക് വല പോലത്തെ ടെൻ്റ് അടിച്ചിട്ട് അവർ ഉറങ്ങും. അപ്പം ഇപ്പോൾ നമുക്ക് ലോഡ്ജുകളൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ തീർച്ചയായിട്ടും ഒരു ടെൻ്റ് മതി. ടെൻറ്റുമായിട്ട് വന്ന് ഇവിടെ താമസിക്കാം. ഇപ്പോഴും ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല. 4:30-5 മണിയാകുന്നു. ആൾക്കാരൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. ഡ്രൈവർമാരും ഫാമിലിയായിട്ട് തന്നെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്. എല്ലാവരും ലോഡ്ജൊന്നും എടുക്കത്തില്ല. ഫാമിലിയായിട്ട് തന്നെ ഇവിടെ കിടന്നാണ് ഉറങ്ങുന്നത്. കൂടുതലും കച്ചവടക്കാർ പിന്നെ വണ്ടിക്കാരൊക്കെ വന്നിട്ട് അവർ പിന്നെ കാർ ഡ്രൈവർമാരൊക്കെ ഇവിടെ ലോഡ്ജൊന്നും എടുക്കില്ല. അവരിവിടെ തന്നെ ഒരു ബെഡ്ഷീറ്റും വിരിച്ച് ഇവിടെ കിടന്ന് ഉറങ്ങും. വേണ്ട, വണ്ടിക്കകത്ത് ഇരുന്ന് ഉറക്കമാണ്. വണ്ടിക്കകത്ത് ഇരുന്ന് ഉറങ്ങും. ലോഡ്ജ് എടുക്കാതെ വണ്ടിക്കകത്ത് ഇരുന്ന് ഉറങ്ങും. നമ്മൾ പിന്നെ ഉറങ്ങുന്നവരെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ് അടുത്ത് പോകാത്തത്. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. നമ്മൾ അവരെ ഉറങ്ങിക്കിടക്കുന്നവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല. ഇതൊക്കെ ഉറങ്ങിക്കിടക്കുന്നവരാണ്. നമ്മൾ അടുത്ത് പോയി നമ്മൾ അവരെ സൂം ചെയ്തെടുക്കുന്നില്ല, ഫോക്കസ് ചെയ്തെടുക്കുന്നില്ല. നമ്മൾ നോർമലി ഒന്ന് രാവിലത്തെ 4 മണി 5 മണി പരുവത്തിനുള്ള ഇതാണ്. എല്ലാം കുറച്ച് പേർ കിടന്നുറങ്ങിയിരുന്നതാണ്. ഇവരൊക്കെ താഴെ കിടന്നുറങ്ങിയിരുന്നവരാണ്. എല്ലാം നീറ്റായി. കടത്തിണ്ണകളിലെല്ലാം നല്ല സ്നാക്സ്. അതിപ്പോൾ നമ്മൾ പൈസ ലോ ബഡ്ജറ്റ് പദ്ധതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിംഗിളായിട്ട് സോളോ ആയിട്ടൊക്കെ വരുന്നവർ ഒന്നും നോക്കണ്ട. നേരെ വന്നിട്ട് ഇതിൻ്റെ സീസൺ കഴിയുമ്പോഴേക്കും ഇവിടെ എല്ലാം ഉറക്കമാണ്. സീസൺ കഴിയുമ്പോഴേക്കും അവർ ഇതുപോലെ കട്ടയമ്പഴ അടയ്ക്കും. 11 മണിവരെയൊക്കെ ഉള്ളു കച്ചവടം. 11-12 മണി വരെ ആകുമ്പോഴേ പലരും അടയ്ക്കും. എല്ലാവരും കയറി പൈസ ലോ ബഡ്ജറ്റ് ഉള്ളവർ. ഹിന്ദിക്കാരന്മാരുടെ വലിയൊരു ടോയ്ലറ്റ് അപാരത കാണാം. മുഴുവൻ ഹിന്ദിക്കാരന്മാരാണ്. രാവിലെ ഭയങ്കര അടിയായിരുന്നു 4 മണി സമയത്ത്. ഇപ്പോൾ 5 മണിയാകുന്നു. ഭയങ്കര അടിയായിരുന്നു. അങ്ങനെ പൈസ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. പൈസ എന്തെങ്കിലും കാണിക്കുക. ഹിന്ദിക്കാരന്മാരുടെ അപാരത എന്തോ ഐറ്റംസൊക്കെ ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. ബ്രഷ് 2 കച്ചവടമാണ്. സോപ്പ്, ബ്രഷ്, അതുകൊണ്ട് ടോയ്ലറ്റിൻ്റെ ഒക്കെ ഉണ്ട്. നല്ല എല്ലാവരും ഹിന്ദിക്കാരാണ്. വഴിയോര കച്ചവടക്കാരെല്ലാം കൂട്ടിക്കെട്ടിയിട്ട് കിടന്നുറക്കമാണ്. ഇനി രാവിലെ ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴേക്കും അവർ വീണ്ടും തുടങ്ങും. കടയൊക്കെ തുടങ്ങും. 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഇത് ഓപ്പൺ ഇതാണ്. കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പണായിട്ട് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ലോ ബഡ്ജറ്റിൽ കുളിക്കാൻ പറ്റുന്ന ഇടമുണ്ട്. രാവിലെ ഉണർന്നു തുടങ്ങി. അതാ രാവിലെ ഉണർന്നു നോക്കി ടീ വിളിച്ച് തുടങ്ങി. കണ്ട ആൾക്കാരൊക്കെ ഉറങ്ങി എഴുന്നേക്കുന്നേ ഉള്ളു. കണ്ട വണ്ടിക്കകത്ത് വരെയൊക്കെ ആൾക്കാരാണ്. കണ്ട
ഒരുമയുണ്ട് വിലക്കപ്പുറത്തും കിടക്കാം, കിടന്നുറങ്ങണ ഒരുമയുണ്ട് വിലക്കപ്പുറത്തും കിടന്നുറങ്ങാം. അപ്പോൾ നമുക്ക് എവിടെ കിടന്നാലും ഉറങ്ങാൻ പറ്റും, ഒരു പ്രശ്നമില്ല. ഇത് രാവിലെയുള്ള അപാരത, എല്ലാവരും അടച്ചിരിക്കുകയാണ്. ഇതിന് തുറന്നു വരുമ്പോഴേക്കും 7-8 മണിയൊക്കെ ആവും. 8-9 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും 10 മണി എന്തുവാണ് പറയുന്നു, രാവിലെ 10 മണിയാകുമ്പോഴാണ് ഇവരൊക്കെ വരുന്നതെന്നാണ് പറയുന്നത്. എങ്കിലും 9 മണി 8 മണിയാകുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഫാൻസി ഐറ്റംസൊക്കെ അവർ തുറന്നു വരും. അല്ലാത്തവർ ചായക്കടയൊക്കെ ഉള്ളവരാണെങ്കിൽ 4 മണിക്ക് അവരടക്കുന്നുണ്ടോയെന്ന് തന്നെ സംശയമാണ്. ഞാനിതുവരെ കണ്ടില്ല. ഷിഫ്റ്റ് എന്തോ ആണ്, 24/7 ഇങ്ങനെ മൃഗങ്ങളെ എങ്ങനെയാണ് ഇത്? നമ്മൾ വൈകുന്നേരമാണ്, എന്ത് രസമാണെന്നറിയാം, ലൈറ്റൊക്കെ ഇട്ട് നല്ല മനോഹരമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആൾക്കാർ കടയൊക്കെ തുറന്ന് ലൈറ്റൊക്കെ ഇട്ടാൽ മനോഹരമാകും. ഇങ്ങനെ ആരും വരാതിരുന്ന് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ മൂകമായി കിടക്കും. കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണെങ്കിലും സ്വീപ്പർ ജോലികളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. 3 ആളുണ്ട്. അവർ ഇരുഭാഗവും സെൻറ്ററും ഒക്കെ തൂത്ത് നല്ല നീറ്റായിക്കാണ് വരണത്. അപ്പോൾ ഇവർ തൂത്ത് പോകുമ്പോഴേക്കും കടകളൊക്കെ തുറന്നു വരും. ഇവർ തൂത്ത് വരും, പിന്നാലെ പോട്ടും വരുന്നുണ്ട്. എണ്ണം തൂക്കണം കണ്ട, ബാത്റൂം തൂക്കം കണ്ട, എന്താ തൂത്തു. അണ്ണൻ തൂങ്ങി എഴുന്നേരിച്ച്, അണ്ണൻ മട്ടൻ തൂങ്ങി എഴുന്നേരിച്ച്, അല്ലേ പിള്ളേരുടെ ഡ്രസ്സെല്ലാം തൂക്കിയിട്ടിരിക്കുന്നത്. ഇതെല്ലാം ടെൻറ്റാണ്. ടെൻറ്റ് അടിച്ച് 10 മണി വരെ അവർക്ക് സുഖമാണ് തൂങ്ങലാം. 9-10 മണി വരെയൊക്കെ തൂങ്ങലാം. 9-10 മണിയാകുമ്പോൾ വീണ്ടും കച്ചവടം സജീവമാകും. അതുവരെ ഇവരെല്ലാം അപ്പോൾ 4 മണി 5 മണി ഉണ്ട്. ടെൻറ്റുകളാണ്. ടെൻറ്റിലാണ് എല്ലാവരും ഇറങ്ങുന്നത്. കൊതുക് വല പോലുള്ള ഒരു ടെൻറ്റ്. എല്ലാവരും കൊതുക് വല ഉണ്ട്. ഇതിൽ കൊതുക് വലയാണ്. കൊതുക് വലയിൽ ഉറങ്ങുന്നുണ്ട്, അല്ലാതെ ഫുട്പാത്തിൽ കിടന്നുറങ്ങുന്നുണ്ട്. അടിപൊളി ടെൻ്റ് അടിച്ച്, അതല്ലാതെ കച്ചവടക്കാരാണ്. കടൽ കാണാൻ വന്നവരാണ്. സൺറൈസ് കൂടെ കാണാൻ വേണ്ടി നേരത്തെ വന്ന് എല്ലാവരും സ്റ്റോക്കായി നിൽക്കുകയാണ്. എല്ലാവരും സൺറൈസൊക്കെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരാണ്. പുറത്ത് കടൽ കാലത്തെ കുളിക്കുന്നത് കാണാം. രാവിലെ ഒരു വല്യച്ഛൻ കുളിക്കുന്നു. കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ രാവിലെ എന്താ അവരുടെ സന്തോഷം നോക്കി കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടി. 5 മണിക്കത്തെ ഭാരത. സൺറൈസ് കാണാൻ വേണ്ടി ഇപ്പോഴേ ആൾക്കാർ വന്ന് നല്ല സ്ഥലം നോക്കി പിടിച്ച് നിൽക്കുകയാണ്. കടലിച്ചിരി അധികമാണ്. അപ്പോൾ അത് ജീവിച്ചുകൊണ്ടാണ് കുട്ടികൾ മുതിർന്നവരും നല്ല കളിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് അടുത്ത് വരണമെന്ന്. ഞാൻ സൺറൈസ് ഒന്ന് എടുക്കാമെന്ന് കരുതി വന്നതാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എൻജോയ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തർപ്പണത്തിനുള്ള പൂജാകർമ്മങ്ങളുമായിട്ട് പൂജാരി ഇരിപ്പുണ്ട്. രാവിലെ തുടങ്ങും. അതുപോലെ ഇങ്ങനെ സൈഡിലുമുണ്ട്. അല്ലാതെ ഈ കൽമണ്ഡപത്തിലും പൂജകളൊക്കെ നടക്കും. ബലിതർപ്പണത്തിന് ആൾക്കാർ വരുവുണ്ട്. ബലിതർപ്പണത്തിനുള്ള സ്വാമി ഇരിക്കുന്നത്. ഇതിലൊക്കെ എല്ലാവരും കിടന്ന് തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൽമണ്ഡപത്തിൽ. അതുകൊണ്ട് ലോഡ്ജിനെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ പിന്നെ കുറച്ച് സേഫ്റ്റിയൊക്കെ വിചാരിച്ചിട്ട് കല്ലിൽ പാറപ്പുറത്ത് കയറി ഇരിക്കുന്നു. പാറപ്പുറത്ത് പസങ്ങൾ കയറി ഇരിക്കുന്നു കുട്ടികൾ. 3-4 പേരുണ്ട്. ഇപ്പം ബിസിലടിക്കാനൊന്നും ആരുമില്ല. അല്ലെങ്കിൽ പകലാണെങ്കിൽ ബിസിലടിച്ച് അതിൽ നിന്ന് ഇറക്കും.
വിവേകാനന്ദ പാറയിൽ നോക്കി സൺറൈസ് കാണാൻ വേണ്ടി എല്ലാവരും ഇപ്പോഴും സെറ്റായിരിക്കുകയാണ്. ട്രോളി ബാഗുമായിട്ട് ഒന്നെങ്കിൽ സൺസെറ്റും കണ്ടിട്ട് ഇവിടുന്ന് ഇവർ പാക്കപ്പാണെന്ന് തോന്നുന്നു. പിന്നെ ഗ്ലാസ്സൊക്കെ വെച്ച് അടിപൊളിയായിട്ടാണ് അന്ന് ഫോട്ടോ കിടക്കുന്നത്. ആ കിഴക്ക് സൈഡിലുള്ള ഇത് മുഴുവൻ ഫുൾഫില്ലാണ്. സൺറൈസ് കാണാൻ വേണ്ടി ആൾക്കാരിങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. 5 മണി ആകുന്നതേ ഉള്ളൂ. ഇനിയും 1 മണിക്കൂറും 10 മിനിറ്റും കിടക്കുന്നു സൺറൈസ് കാണാൻ. നേരത്തെ വന്ന് ഇരിപ്പിടം ഒരു നല്ല സ്ഥലം നോക്കി എടുത്തിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ വിവേകാനന്ദ പാറ കാണാം, സൺറൈസും കാണാം. അതൊക്കെ നോക്കി തന്നെ അവർ വന്നേക്കുന്നു. അടിപൊളി വ്യൂ ആണ്. ഇപ്പോഴേ സൺറൈസിൻ്റെ ചുമപ്പ് കയറി വരുന്നുണ്ട്. നമുക്ക് മുകളിലേക്ക് കയറി മോർണിംഗ് അപാരതകൾ എടുക്കാം. മോർണിംഗ് അപാരതകൾ സ്റ്റെപ്പ് കയറി പോകല. എല്ലാവരും ഫോണൊക്കെ പിടിച്ച് സൺറൈസ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അക്ഷമരായി. എന്തോ ഭാഗ്യം, ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ഇന്നത്തെ. മഴക്കാറൊന്നും വലുതായിട്ട് കാണുന്നില്ല. അപ്പോൾ നല്ലൊരു സൺറൈസ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള ക്യൂ ആണ്. അടിപൊളി മതലിൻ്റെ മുകളിൽ വരെ കാണാൻ വേണ്ടി ആൾക്കാർ കയറിയിരിക്കുകയാണ്. അതിനിടയ്ക്ക് ടീ കച്ചവടം നടക്കുന്നത്. 15 രൂപ ടീ. ഇപ്പം ക്ഷേത്രത്തോട് തിരിഞ്ഞാണ് ആൾക്കാരിരിക്കുന്നത്. അല്പം കഴിയുമ്പോഴേക്കും തിരിഞ്ഞ് സൺറൈസ് കാണാൻ വേണ്ടി ആൾക്കാരിരിക്കും. ഇപ്പം ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ശ്രമിക്കുന്നത്. കുശലാന്വേഷണവും കുശലം പറച്ചിലും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് ടീ കുടിക്കും. കിഴക്കേ നടയിലും ആൾക്കാരിപ്പുണ്ട്. സൺറൈസ് കണ്ടേ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൺറൈസ് കണ്ടിട്ടേ പോകും. നല്ല ഭയങ്കര തിരക്ക്. ഇത്രയും തിരക്ക് കൂട്ടേണ്ട ഒരു ആവശ്യമില്ല. അപ്പുറത്തെ സൈഡ്, അതായത് റാൻസം ചർച്ചിൻ്റെ ബാക്കിൽ പുലിമുട്ടുണ്ട്. അവിടെ നല്ല വ്യൂ കിട്ടുന്നതാണ്. ഒരു തടസ്സവും ഇല്ലാതെ റാൻസം ചർച്ചിൻ്റെ ബാക്കിൽ കടലിൻ്റെ അവിടെ പുലിമുട്ടുണ്ട്. മത്സ്യബന്ധനമൊക്കെ നടക്കുന്നതാണ്. അത് പലർക്കും അറിയില്ല. ഇങ്ങനെ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല അവിടെ. യഥാർത്ഥത്തിൽ നമുക്ക് അവിടെ പോയി അവിടുത്തെ ഇവിടെ എടുക്കാം. അപ്പോൾ അവിടെ ഇപ്പോൾ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര തിരക്കാണ് ഇവിടെ. ഒരു രക്ഷയില്ല. ഇതിൻ്റെ ആവശ്യമില്ല. അവിടെ റാൻസം ചർച്ചിൻ്റെ ബാക്കിൽ പുലിമുട്ടുണ്ട്. അവിടെ ധാരാളം സ്പേസ് ഉണ്ട്. നിരന്ന് നിൽക്കാൻ പറ്റും. ഇതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഒരു 2 കിലോമീറ്ററോളം, 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം നീളത്തിലും പിന്നെ പുലിമുട്ട് ഒരു 600 മീറ്ററോളം കടലിലേക്കും തള്ളിയിപ്പുണ്ട്. അങ്ങ് അറ്റം വരെ പോയിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അത് പോയി എടുക്കാം. അല്ല, സൺറൈസ് കാണാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ഇവരൊക്കെ അവിടെ പോയി നിൽക്കുക. ഇവർക്ക് അറിയത്തില്ല ഫിഷ് ലാൻഡിങ് സെൻറ്ററിൻ്റെ സൈഡിൽ ഒരുപാട് സ്ഥലമുണ്ടെന്നുള്ള ഇവർക്കാർക്കും അറിഞ്ഞുകൂടാ. വരുന്നവർക്ക് പലർക്കും അറിഞ്ഞുകൂടാ. അത് ഈ നോർത്ത് ഇന്ത്യക്കാരാണ് കൂടുതൽ വരുന്നത്. അവർ ക്ഷേത്രത്തിന് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അല്ല, ധാരാളം ആൾക്കാരാണ് വന്നിട്ട്. മുല്ലപ്പൂ രാവിലെ കോവിലേക്ക് മുല്ലപ്പൂവെല്ലാം ചണ്ണ ഇരിപ്പുണ്ട്. കണ്ട 2 സൈഡിൽ അണ്ണ മുല്ലപ്പൂവൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ കോവിലിൽ ചൂട്ടി പോകുന്നതൊക്കെ വേണ്ടിയിട്ട്. ഫ്ലറി സർവീസിന് വേണ്ടി ഇപ്പോഴേ ക്യൂ ആണ്. ആൾക്കാർ കണ്ടത് ക്യൂ നിൽക്കുന്നുണ്ട്. ഇത് ഫ്ലറി സർവീസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഫ്ലറി സർവീസിൽ കയറുന്നതിൻ്റെ ഇടതുവശത്തേക്ക് തിരിഞ്ഞാൽ ചെറിയൊരു ഹാർബർ പോലെയുണ്ട്. മത്സ്യബന്ധന അവർക്ക് മീൻ അടുപ്പിച്ച് ചെറിയൊരു ഫിഷ് ലാൻഡിങ് സെൻറ്റർ. അപ്പം അങ്ങ് ഇടത്തോട്ട് ഇറങ്ങിയാലും
എന്താ അടുത്തോട്ട് ഇറങ്ങിയാൽ ഞാൻ പറഞ്ഞു ഈ സൺറൈസ് കാണാൻ വേണ്ടി നമുക്ക് പോകാൻ പറ്റും. രണ്ട് വഴിക്കൊന്നും കാണിച്ചു തരികയാണ്. റാൻസം ചർച്ചില്ലേ, ആ റാൻസം ചർച്ചിൻ്റെ അകത്തൂടെ റൈറ്റ് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിലേ പോയാൽ ഈ ആൾക്കാരൊക്കെ പോകുന്ന ഇത് സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരെല്ലാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പേർക്കറിയാം. അതായത് വടക്ക് നിങ്ങോട്ട് വരുന്നവർ, അതായത് വടക്ക് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, എന്താ പാറയല്ല. ഇവിടെ തിരുവള്ളൂരിൻ്റെ ആ പ്രതിമ കറക്റ്റായിട്ട് നോക്കി വയ്ക്കുന്നത് ഈ ഫിഷ് ലാൻഡിങ് സെൻറ്ററിന് നേരെയാണ്. അതായത് ഇവിടെ ഒരു ചർച്ചുണ്ട്, ആ ചർച്ചിനൊക്കെ ഏകദേശം നേരെയായിട്ടാണ് തിരുവള്ളൂർ സ്റ്റാറ്റ് നിൽക്കുന്നത്. ഇവിടെ ചർച്ചുണ്ട്, ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ഇടത് സൈഡ്. ഇവിടെയും ധാരാളം ആൾക്കാർ വന്ന് സൺറൈസ് കാണാൻ വേണ്ട ഫോണൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, കുറച്ചുകൂടെയൊക്കെ വടക്കോട്ട് നീങ്ങിപ്പോയ എല്ലാവർക്കും വിശാലമായി ഇന്ന് കാണാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇങ്ങനെ തിരക്ക് കൂട്ടേണ്ട യാതൊരു ആവശ്യമില്ല. അല്പം നടക്കണം. പക്ഷെ വടക്ക് സൈഡിൽ ലോഡ്ജ് എടുത്തവർ നടക്കേണ്ട ആവശ്യമില്ല. അവർ ആ റാൻസം ചർച്ചിൻ്റെ അവിടുന്ന് താഴോട്ട് ഇറങ്ങി വന്നാൽ അവർക്ക് സൺറൈസ് കാണാൻ പറ്റും. വെറുതെ അവിടുന്ന് ഇത്രയും നടന്ന് അല്ലെ വണ്ടി ഓടിച്ച് വന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ അധികമുണ്ട് നടന്നു വരണമെങ്കിൽ തന്നെ. അതിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം ഇവിടെ ഇരിക്കണ്ട, സ്വസ്ഥമായിട്ടിരിക്കുന്നുണ്ട്. നേരെ അവരിയ്ക്കുകയാണ്, യാതൊരു കുഴപ്പമില്ലാതെ എല്ലാവരും കണ്ട് 2 സ്റ്റെപ്പായിട്ട് നടന്ന് 2 സ്റ്റെപ്പായിട്ട് ഇരുന്ന് അവർക്ക് ഡീസൻ്റ് ആയിട്ട് കാണാം, ഫോണിൽ റെക്കോർഡ് ചെയ്യാം. ആ രീതിയിലാണ് ഇതിങ്ങനെ ഒരു 2 കിലോമീറ്ററോളം ഇതുപോലെ ഇവിടെ സൗകര്യമുണ്ട് ഇത് കാണാനായിട്ട്. ഇത് കൂടാതെ വിവേകാനന്ദ മെമ്മോറിയലായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ ലോഡ്ജും കാര്യങ്ങളുള്ളവരാണ്. അവരും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ആ മെമ്മോറിയലിനകത്ത് തന്നെ കടലിൻ്റെ കുറച്ച് ഭാഗമുണ്ട്, അവിടെ ഇന്നാലും വൃത്തിയായിട്ട് കാണാൻ പറ്റും. എന്താ ആ കാണുന്ന റാൻസം ചർച്ചിൽ പ്രാർത്ഥന നടക്കുന്നു, പ്രാർത്ഥനയല്ല അവിടെ പാട്ട് വച്ചിരിക്കുന്നു. അപ്പം റാൻസം ചർച്ച് ഇങ്ങോട്ട് വരേണ്ട യാതൊരു കാര്യമില്ല. റാൻസം ചർച്ച് വഴി ഇറങ്ങി സൺറൈസ് കാണുക എന്നുള്ളതല്ലേ, അത് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇവിടെ എല്ലാ ആൾക്കാരിരിക്കുകയാണ്. കച്ചവടവും തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതുപോലുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുന്നതാണ്. മത്സ്യത്തൊഴിലാളികളുടെ ചൂണ്ടയും വലകളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഇവിടെ എല്ലാം സെറ്റായി വെക്കും. എന്നിട്ട് രാവിലെ അവരെടുത്തോണ്ട് പോകും. രാവിലെ അല്ല, രാത്രി എടുത്തോണ്ട് പോയി മീൻ പിടിച്ചിട്ട് രാവിലെ വരുന്നത് കാണാം. ഇത് അപ്പുറത്ത് കൊണ്ടുവരണം. അവരുടെ വള്ളം അടുത്ത് വരുമ്പോൾ ട്രാക്ടർ കൊണ്ട് അവരുടെ വള്ളങ്ങളെല്ലാം വലിച്ചു കയറ്റി വെക്കുന്ന ട്രാക്ടർ കിടക്കുന്നു. അല്ല, ഇവിടെ വള്ളങ്ങളുണ്ട്. ഇവിടെ പള്ളി പാട്ട് നടക്കുകയാണ്. എന്താ ഇതെല്ലാം LED, എല്ലാ വള്ളത്തിലും LED ലൈറ്റ് വെച്ചിട്ടുണ്ട്. രാത്രി ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു മാതാവിൻ്റെ പള്ളി ഒക്കെ ഉണ്ട്. മാതാവിൻ്റെ മുകളിൽ ഔസപിതാവുണ്ട്. 3 നിലയായിട്ടാണ്. താഴെ മാതാവിൻ്റെ രൂപമാണുള്ളത്. ആയതുകൊണ്ടാണ് ഇത്രയും വള്ളങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ആരും പണിക്ക് പോകത്തില്ലല്ലോ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ശൂന്യമായിട്ടാണ് 1-2 വള്ളങ്ങളൊക്കെ കാണത്തുള്ളൂ, കേടായ വള്ളങ്ങളൊക്കെ കാണത്തുള്ളൂ. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാ വള്ളവും കയറ്റി വെച്ചിരിക്കുക. ഇനി വൈകുന്നേരം ഇവർ മീൻ പിടിക്കാൻ ഇറങ്ങത്തുള്ളൂ. ഇവിടെയും ഒരു ഫിഷ് ലാൻഡിങ് സെൻറ്റർ പോലെ ഒരെണ്ണമുണ്ട്. വലകളൊക്കെ കെട്ടാനും ചൂണ്ടയുണ്ട്. ഈ ബക്കറ്റിനകത്തൊക്കെ നിറച്ച് ചൂണ്ടയാണ്. കാണാമോ നിങ്ങൾക്ക്? ഇത് നിറച്ച് ചൂണ്ടയാണ്. ഈ കാണുന്നതൊക്കെ ചൂണ്ടകളാണ്. അവർ സെറ്റാക്കി വെച്ചിരിക്കുക. മണ്ണൊക്കെ ഇട്ട് മൂടി കുറച്ച് ചൂണ്ടകളിങ്ങനെ വെക്കും. എന്നിട്ട് ആ ബക്കറ്റിലേക്ക് മണ്ണിടും. വീണ്ടും അതിൻ്റെ പുറത്തേക്ക് ചൂണ്ട നൂലുമായിട്ട് കെട്ടി വെക്കുന്നത് കാണുന്നത്. അണ്ണൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അണ്ണൻ ചെയ്യുന്ന കാണിച്ചില്ല. എന്താണ് ചൂണ്ട ചെയ്യണ കണ്ട? ഇങ്ങനെ നിരയായിട്ട് ചൂണ്ട വെച്ച്
നിരനിര ചൂടിയിട്ട് എന്നിട്ട് മണ്ണിട്ട് വെച്ചിട്ടാണ് അത് കുരുക്ക് വീഴാതിരിക്കാൻ വേണ്ടി മണ്ണിട്ട് വെച്ചിട്ടാണ് അതിങ്ങനെ ചെയ്യുന്നത്. സായങ്കാലം പോകുമാ? ഇന്ന് സായങ്കാലം പോവാ? സായങ്കാലം പോയിട്ട് കാലമേ വരുമോ അതോ നൈറ്റ് തന്നെ വരുമോ? കാലം നാളെ കാലല്ലേ വരും. ഇവിടെയും അന്ന് ചൂണ്ട സെറ്റ് ചെയ്തോണ്ടിരിക്കും. വൈകുന്നേരം പോകാൻ വേണ്ടിയുള്ള അത് കുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ട പ്രത്യേകം 3 പേരാണ് ആ സെറ്റാക്കിക്കൊണ്ടത്. ഇത് കുരുങ്ങാതിരിക്കാൻ വേണ്ടി ഇവിടെ മണ്ണിട്ട് സെറ്റാക്കിയാണ് വെക്കുന്നത്. അപ്പോൾ അത് ആ കുരുക്കഴിച്ച് സേവനായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞ പുലിമുട്ട് ഇതാണ്. ഈ പുലിമുട്ടിൻ്റെ വലത് സൈഡിലും ഇടത് സൈഡിലുമൊക്കെ ഫിഷിംഗ് ഹാർബറാണ്. ചെറിയ ബോട്ടുകളും കാര്യങ്ങളുമായിട്ട് ഫിഷിംഗ് ഹാർബറാണ്. പിന്നെ ഈ പുലിമുട്ട് തന്നെ 600 മീറ്ററിലധികം ഉണ്ട്. 600 അല്ല നിന്നേ ഉണ്ട്. 1 കിലോമീറ്റർ അടുത്ത് ഉണ്ടെന്ന് തോന്നിയത്. സൺറൈസ് ആയി വരുന്നേ ഉള്ളൂ. എൻ്റെ പുലിമുട്ടിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. നിറച്ച് ആൾക്കാരാണ് പുലിമുട്ടിലേക്ക് പോകുന്നത്. ഇത് ഈ റാൻസം ചർച്ചിന്റെ പിന്നെ ഭാഗമാണ് കണ്ടോ. റാൻസം ചർച്ചാണ് നിൽക്കുന്നത്. റാൻസം ചർച്ചിന്റെ പിന്നെ അതിന്റെ വലം സൈഡിൽ കൂടെ ഇങ്ങ് വന്നാൽ ഇവിടെ എല്ലാം നിന്ന് കാണാം. ആ റാൻസം ചർച്ചിന്റെ അവിടെയും ഒരു പുലിമുട്ടുണ്ട്, ചെറിയ പുലിമുട്ടുകളുണ്ട്. അവിടെ നിന്നാലും നന്നായിട്ട് സൺറൈസ് കാണാൻ പറ്റും. രാവിലെ 5 മണി പൂജ നടക്കുകയാണ്. 5 മണി இந்த பிரச்சனைகள் ஒன்றுதான். அவர்களுக்குரிய சொத்தையும் பிழைகள் வருகிறார்கள். நீங்கள் அந்த ஒரு வார்த்தையை 5 മണി കുർബാന നടക്കുകയാണ്. അതിന്റെ വലത് സൈഡിൽ കൂടെ ആട്ടോ വരുന്ന വലത് സൈഡിൽ കൂടെ ഇങ്ങനെ നേരെ വന്ന് ആട്ടോ വന്ന സൈഡിൽ പോരുത്, അത് കന്യാകുമാരിയിലേക്ക് പോകുന്നതാണ്. അതായത് 1 മിനിറ്റ് 2 മിനിറ്റ് 1 മിനിറ്റ് നേരമേ ഈ സൺറൈസ് കാണാൻ പറ്റത്തുള്ളൂ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ റോഡിൽ കൂടെ കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ പോകാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും. അപ്പോൾ നേരത്തെ വരുന്നവർക്ക് പതി നടന്നു പോയാൽ കുഴപ്പമില്ല. അല്ലാത്ത ഈ ഭാഗത്തൊക്കെ ലോഡി എടുക്കുന്നവർ തീർച്ചയായിട്ടും ഇതുവഴി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സൺറൈസിൻ്റെ നേരമായി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ അവിടെ പോയി നിൽക്കണ്ട. ഈ വാട്ടർ ടാങ്കൊക്കെ ഇരിക്കുന്നതാണ്. പല ചർച്ചിൻ്റെ റാൻസം ചർച്ചിൻ്റെ വലത് സൈഡിൽ കൂടെ ഇറങ്ങിയാൽ ഇടത് സൈഡിൽ കൂടെ വഴിയുണ്ട്. നമ്മൾ ചർച്ചിൻ്റെ വലത് സൈഡിൽ കൂടെ സ്ട്രൈറ്റ് ആ വഴി ഉള്ളത് കൊണ്ടാണ് അത് കാണിച്ചു തരുന്നത്. ഞാൻ 1-2 തവണ ഇതോടെ കൂടെ വന്നപ്പോഴേ ഈ വടക്കേ സൈഡിലാണ് ലോഡ്ജ് എടുത്തിരുന്നത്. വിവേകാനന്ദ മെമ്മോറിയൽ അതിനകത്തുമൊക്കെ ഞാൻ ലോഡ്ജ് എടുത്തിട്ടുണ്ടായിരുന്നു, റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചീപ്പ് റേറ്റാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ ടൈം ഒരുപാട് കേട്ടോ. അതുകൊണ്ട് ഇവിടുന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് വരുന്നതിന് ഫിഷിംഗ് ഹാർബറാണ്. കണ്ടോ, ഫിഷിംഗ് ഹാർബറാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ വിവേകാനന്ദ പാറയും കാണാം, തിരുവള്ളൂർ സ്റ്റാച്യുവും കാണാം. ഒരു 10 സ്റ്റെപ്പ് വെച്ചാൽ മതി. കണ്ട ഇതിവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാം. കണ്ട അപ്പോൾ നമുക്ക് സമയം കൊണ്ട് നേരത്തെ നമ്മളിപ്പോൾ റൂമിൽ ഇറങ്ങി എഴുന്നേറ്റ് പതിയെ കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് കാണാം. ഇതെല്ലാം നമുക്ക് ടൈം കുറവാണെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റ് ഉള്ളെങ്കിൽ നിങ്ങൾ അവിടം വരെ നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതിൻ്റെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൺറൈസ് ഡീസൻ്റായിട്ട് കാണാം. ഇന്നും സൺറൈസ് കാണാൻ പറ്റുമോ സംശയമാണ്. മഴക്കാർ അവിടെ കാണുന്നുണ്ട്. എന്താ മഴക്കാർ കാണുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള സൺറൈസ് കടലിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന കറക്റ്റായിട്ട് ഇന്ന് കിട്ടുമോ സംശയമാണ്. അപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ തന്നെ വടക്കേ സൈഡിൽ ഇവിടെ ഇതുപോലെ തന്നെ നമുക്ക് സൺറൈസ് കാണാൻ പറ്റും. റാൻസം ചർച്ചിൻ്റെ പിൻവശത്തൊരു കുരിശടിയുണ്ട്. ആ കുരിശടിയുടെ വലത് സൈഡിലേക്ക് പോകുമ്പോഴാണ് കന്യാകുമാരി ക്ഷേത്രമൊക്കെ ഉള്ള. അതിൻ്റെ ഇടത് സൈഡിൽ നിന്നാൽ നമുക്ക് ഒരുപാട് ദൂരം നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ടൈം ഡിലേ വന്നാൽ നേരെ ഈ റാൻസം ചർച്ചിൻ്റെ പിന്നിലൂടെ ഇങ്ങോട്ട് വന്നാൽ മതി. ഉണ്ട് ഇവിടെ നിന്നാലും ഇതൊരു പുലിമുട്ടാണ്. ഇവിടെ 2-3 പുലിമുട്ടുകൾ ഇങ്ങനെയുണ്ട്. ഇവിടെ വന്നാലും കറക്റ്റായിട്ട് സൺറൈസ് കാണാൻ പറ്റും. നമ്മൾ അവിടം വരെ ഓടിക്കറച്ച് ചെല്ലുമ്പോഴേക്കും സൺറൈസ് കഴിഞ്ഞ് കാണും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ സൺറൈസ് കൂടെ കാണണമെന്ന് വിചാരിച്ച് വരുന്നവർ ചിലപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ പ്രോഗ്രാം ചെയ്തിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്.
നമ്മൾ ലോഡ്ജ് എടുക്കും. നമ്മളറിയാതെ നടന്നതിൻ്റെ തലേദിവസം വൈകുന്നേരമൊക്കെ നടന്നതിൻ്റെ ക്ഷീണം കാരണം ചിലപ്പോൾ ഉറങ്ങിപ്പോകാം. അപ്പോൾ അത്രയും ദൂരം ഉണ്ട്. ഇവിടുന്ന് തന്നെ 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അടുത്തുകൊണ്ട് ഈ കന്യാകുമാരി ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അത്രയും നടന്നു ചെല്ലുമ്പോഴേക്കും ഈ 5 മിനിറ്റൊക്കെയാണ് നമുക്ക് സമയം കിട്ടുന്നത്. അതിനുള്ള അവിടെ നടന്നെത്തത്തില്ല. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വാഹനമുള്ളവരാണ് ഓടിച്ചു ചെന്നാലും അവിടെ അങ്ങനെ അറ്റം വരെ പോകാൻ പറ്റുന്നില്ലല്ലോ. ഇടയ്ക്ക് ഒരു പാർക്കിംഗ് സൗകര്യം ഉണ്ട്, അവിടെ കൊണ്ടിടേണ്ടി വരും. ഇപ്പോഴും ആയിട്ടില്ല, ഇനിയുണ്ട്. ഇനിയും ഒരു കുറച്ച് സമയം പിടിക്കും ഇതാകാൻ വേണ്ടി, സൺറൈസ് ആകാൻ വേണ്ടി. ഇത് ഇവിടെ അല്ലെങ്കിൽ ഇതിനും വടക്ക് സൈഡിലൊക്കെ നിന്ന് കാണാൻ പറ്റും. നമുക്ക് അവിടെ കൂടെയൊക്കെ ഒന്ന് പോയി നോക്കാം. കന്യാകുമാരിയിലേക്ക് വരുമ്പോൾ ആ കവാടത്തിനടുത്ത് തന്നെ ഒരു പണിതീരാത്തൊരു ബിൽഡിംഗ് കിടപ്പുണ്ട്, വലിയ പടുകൂറ്റ്. അതാണ് അവിടെ അതാ കാണുന്നത്. അത് ദൂരെ കാണുന്നത്. അവിടുന്ന് സ്ട്രെയിറ്റാ താഴോട്ട് വരാൻ പറ്റും. അപ്പോൾ സ്ട്രെയിറ്റാ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ വരുന്നപ്പോൾ നമ്മൾ ഒരുപാട് ദൂരം നടന്ന് ലോഡ്ജ് ഈ പരിസരത്തൊക്കെ ലോഡ്ജ് എടുക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ലോഡ്ജ് സംവിധാനം എല്ലാവർക്കും കന്യാകുമാരി ദേവീക്ഷേത്രത്തിന് തൊട്ടടുത്ത് എല്ലാവർക്കും കിട്ടത്തില്ല. സീസണായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും കിട്ടുകയില്ല. അത് റേറ്റും കൂടുതലായിരിക്കും. അപ്പോൾ ലോ ബഡ്ജറ്റ് ഇത് നോക്കുമ്പോൾ കുറച്ച് ദൂരെ മാറി കിട്ടും. അപ്പോൾ വടക്കോട്ട് മാറിയാണ് നിങ്ങൾക്ക് ലോഡ്ജ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടം വരെ നടന്ന് ടൈം വേസ്റ്റ് ആക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് നേരെ ഒരു റാൻസം ചർച്ചിനും കുറച്ചുകൂടെ വടക്കോട്ട് മാറി ബാക്കിലേക്ക് മാറിയിട്ട് സ്ട്രെയിറ്റ് ബീച്ചിലേക്ക് വരാനുള്ള ഇതുണ്ട്, വഴിയുണ്ട്. നല്ല വിശാലമായ വഴിയുണ്ട്. കണ്ട, ഇതും ഉണ്ട്. ഈ ബീച്ചിൽ മിനി ഹാർബറാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ പുലിമുട്ടാണ്. നേരത്തെ പുലിമുട്ട്, ചെറിയ പുലിമുട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് കഴിഞ്ഞാലും സൺറൈസ് കാണാൻ പറ്റും. ഇതുവരെ ആയിട്ടില്ല, സൺറൈസ് ആയിട്ടില്ല. കണ്ട, വിവേകാനന്ദപ്പാറ എല്ലാം ഉണ്ട് ഇവിടെ. നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കടച്ചാച്ച് കണ്ട, ഫ്രണ്ട്സിലേക്ക് കണ്ട, ഇപ്പുറത്തെ ഫ്രണ്ട്സിലേക്ക് ഞങ്ങൾ സൺറൈസ് പാക്കുന്നതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇവിടുത്തെ പ്രദേശവാസികളാണ്. അവരും സൺറൈസ് കാണാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഇരുന്നാലും സൺറൈസ് കാണാം. അപ്പോൾ സമയം കുറവുള്ളവർ അവിടെ വിവേകാനന്ദ പാറ വരെ അങ്ങ് കന്യാകുമാരി ക്ഷേത്രം വരെ ഒന്നും പോകേണ്ട കാര്യമില്ല. റാൻസം ചർച്ചിൻ്റെ പിന്നാടി വന്നു കഴിഞ്ഞാലും இந்த സൈഡിലെല്ലാം റൂം എടുത്തിരിക്കുന്നവർ ഇங்கே വന്നാലും പോതും. നല്ല ഡീസൻ്റാக കാണ முடியும். ഇന്നിപ്പോൾ ക്ലൗഡി കാർമേഘം இருக்குது. அதனால இன்னும் சன்ரைஸை காண முடியாதுன்னு நான் நினைக்கிறேன். ஆனால் இங்கே அண்ணன் சொல்கிறது காண முடியும்னு சொல்லிருக்கேன். அவன் கொஞ்சம் കഴിയും. இப்போ இல்லை, இப்போ வந்து காண முடியும். வந்துட்டு வந்துட்டு தான் இருக்கு, வந்தில்லை. ரெட் கலர் மட்டும்தானே. അപ്പോൾ വേറൊരു അണ്ണൻ കൂടെ നമുക്ക് വന്നിരിക്കുകയാണ്. വേറൊരു അണ്ണൻ കൂടെ നമ്മുടെ പക്കത്തിൽ വന്നതില്ല സൺറൈസ് പാക്കതൊക്കെ ഇവിടെ ഉള്ള ആളാണ്. അല്ലേ അണ്ണ? പേരെന്നാണ്? മുത്തയ്യ. ബോട്ടല്ലേ? ഫോട്ടോ പിടിച്ച അണ്ണൻ്റെ ഫോട്ടോ പിടിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും ഫോട്ടോ പിടിക്കാനാണ് പറയുന്നത്. എന്നാൽ നല്ല കോമഡി ആണ് കേട്ടോ. നല്ല കോമഡിയൊക്കെ പറയുന്നത്. ഏതായാലും കുറച്ച് നേരം കൂടെ ഇരുന്ന് നോക്കാം. 6:05 എന്തോ ആണ് സൺറൈസിൻ്റെ ടൈം. 6:05 6:10 സൺറൈസ് ആയില്ല. 6:10 എന്തോ ആണ്. ഇങ്ങനെ നോക്കിയാലേ കറക്റ്റ് അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഉള്ളത് കൊണ്ട് ഞാൻ ഇതിൻ്റെ കടൽ തീരത്ത് അല്പം നടക്കാമെന്ന് വിചാരിച്ചു. അത് നടക്കാൻ കാരണം അവിടെ ഒരു ജപകൂപം എന്ന് തമിഴിൽ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ ആ ജപകൂപത്തിൻ്റെ അടുത്തൊന്ന് പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ വെറുതെ അവിടെ ഇരുന്ന് ബോറടിക്കണ്ട എന്ന് വിചാരിച്ചു. ഇരുന്ന് കാണാൻ വേണ്ടി സൺറൈസ് നമ്മൾ പലതവണ കണ്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അതെടുക്കേണ്ട ആവശ്യമില്ല. വേറെ നമുക്കിവിടെ ആവശ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് ഇറങ്ങിയത്. ഇവിടെയും ഒരു പുലിമുട്ടുണ്ട്, ധാരാളം പുലിമുട്ടുണ്ട്. പണ്ട് നമ്മുടെ ഈ ബീച്ച് സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ കസ്തൂരി സ്തൂപം കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇവിടെ ഒന്നും ഇങ്ങനെയൊന്നും ഇല്ല. അത് ഒക്കെ വലിയ മാറ്റം വന്നു. ഇത് ചുമപ്പ് മണ്ണ്. കന്യാകുമാരി ദേവിയുടെ ചരിത്രമൊക്കെ പറയുന്നില്ലേ? എന്താ
പല കളർ മണ്ണ്. സദ്യയൊക്കെ സദ്യയുടെ കളറാണെന്നൊക്കെ പറഞ്ഞ് ഉള്ള ഇതില്ലേ, റെഡ് കളറുണ്ട്. കടൽ ഞാൻ പറഞ്ഞില്ല, ഇവിടെയാണ് ദൂരെ നിന്ന് കാണുമ്പോൾ ജപകൂപ വന്ന് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. ജപകൂപം താഴെയുണ്ട്, മുകളിലുണ്ട്, എഴുതിയിട്ടുണ്ട്. തമിഴിലാണ്. ഇത് അതിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ റാൻസം ചർച്ചിൻ്റെ ബാക്കിൽ വലിയൊരു പുലിമുട്ട് കണ്ടില്ലേ, അത്രയില്ല. എന്നാലും ഇത് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 500 മീറ്റർ ഉണ്ട്. മറ്റത് ഒരു 700-800 മീറ്ററിൽ അധികമുണ്ട്. ഇവിടെ നല്ല പുലിമുട്ടുണ്ട്. ഇവിടെ ആദ്യം ആൾക്കാർ വരാത്തൊരു സ്ഥലമാണ്. 2 പട്ടിക്കുഞ്ഞുങ്ങൾ, നായ്ക്കുളന്തൈ. ഹലോ. അത് അതിൻ്റെ ദേഹത്ത് ചൊറി ചിരങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ. അപ്പോൾ ഉപ്പ് കാറ്റടിക്കുന്നതുകൊണ്ടാണ്. കൊച്ചു കുഞ്ഞല്ലേ, അത് ജീവിച്ച് വരണം, ഇനി വരണം. പക്ഷേ ഈ തീരദേശത്തുള്ള പട്ടിയൊക്കെ നല്ല സ്ട്രോങ് പട്ടികളാണ്. ആ മീനൊക്കെ കഴിച്ച് നല്ല ഇത് ഉണ്ട്. വലിയൊരു പുലിമുട്ട് ഇവിടെ കാണുന്നുണ്ട് കണ്ടോ. നമുക്ക് ആ പുലിമുട്ടിനടുത്തൊന്ന് പോവാം. டேய், ഞാൻ ഭയപ്പെട മാട്ടാ, നീങ്ക மட்டும் ഭയപ്പെടുമേ. எனக்கு ഭയം கிடையாது, புரியுதா? രണ്ട് പേര് എന്നെ കണ്ടിട്ട് അവർക്ക് പിടിച്ചില്ല. അവർക്കറിയാമല്ലോ ഞാൻ ഇവിടെ പരിചയമില്ലാത്ത ആളാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് കണ്ട പുലിമുട്ട് കണ്ടോ, എന്താ ഇതാ സൺറൈസ് വന്ന് എന്താ കാണുന്നുണ്ടല്ലോ. നമുക്കിനി ഇവിടെ നിന്ന് സൺറൈസ് കാണാം. ഇന്ന് നല്ലതായിട്ട് സൺറൈസ് കാണാൻ പറ്റുന്നുണ്ട്. അയ്യോ ഇരുന്ന് കാണാം. ഒരുപാട് നടന്ന് കുഴഞ്ഞ്. സൺറൈസ് ആയി വരുന്നുണ്ട്. കളഞ്ഞ് വരുന്നു. ഞാനിപ്പോൾ ഈ പുലിമുട്ടിലിരിക്കുന്നെങ്കിലും ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്നത് ആ വിവേകാനന്ദ മെമ്മോറിയലിൻ്റെ സ്ഥാപനമുള്ള വിവേകാനന്ദ മെമ്മോറിയലിൻ്റെ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ അവിടം വരെ ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ വിവേകാനന്ദ മെമ്മോറിയലിൻ്റെ ഇടതുവശത്തൂടെ ഇറങ്ങിയാലും സൺറൈസ് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഈ വിവേകാനന്ദ മെമ്മോറിയലൊക്കെ ചീപ്പ് റേറ്റിൽ റൂം കിട്ടുന്ന സ്ഥലമാണ്. ഫാമിലി റൂമാണെങ്കിലും സിംഗിൾ റൂമാണെങ്കിലും എല്ലാം കിട്ടും. സിംഗിൾ റൂമില്ല, സിംഗിളായിട്ട് വരുന്നവർക്ക് അവിടെ റൂം കിട്ടത്തില്ല. അവിടെ നല്ല കന്യാകുമാരിൽ റൂം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാളുടെ കൂടെ എങ്കിലും ഉണ്ടെങ്കിൽ അവിടെ റൂം കിട്ടും. അത് 3 ബെഡുള്ള റൂമൊക്കെ കിട്ടും. ഞാൻ ഒരു പ്രാവശ്യം ഇതണക്ക് പോയി എടുത്തതാണ്. അത് യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞ് പോയിട്ടാണ് അവർ നമുക്ക് സിംഗിളായിട്ട് റൂം തന്നത്. അല്ലാതെ തരുമില്ല. അങ്ങനെ കറക്റ്റ് ഒരു ലേബിൾ ഉണ്ടെങ്കിൽ അവരതൊക്കെ അടിച്ച് നോക്കിയിട്ട് തരും, അല്ലെങ്കിൽ തരുമില്ല. ഇതാ കയറി വരുന്നുണ്ട് സൺറൈസ്, കറക്റ്റായിട്ട് വരുന്നുണ്ട്. സൺറൈസ് കറക്റ്റായിട്ട് കയറി വരുന്നുണ്ട്. നല്ല ഐശ്വര്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു മല പോലെ തോന്നുന്നില്ല ഇപ്പം നിങ്ങൾക്ക്. അത് അവിടെ ഇന്ന് കിട്ടാത്ത ഒരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. നല്ല ക്ലൈമറ്റ്, അതായത് മഴക്കാലമാണ്, എന്നിട്ട് പോലും നല്ല ക്ലൈമറ്റിൽ സൺറൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.